പ്രിയപ്പെട്ട കുട്ടികളെ, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറഞ്ഞ പാഠഭാഗത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൈപോൾ മൊമെൻറ്റും അതുമായി ബന്ധപ്പെട്ട തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡൈപോൾ മൊമെൻറ്റിൽ നമ്മൾ ഒരു കോവാലന്റ് ബോണ്ടിൽ ഉണ്ടാകുന്ന അയോണിക് ക്യാരക്ടറിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടേയിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു അയോണിക് കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ഒരു അയോണിക് ബോണ്ടിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കോവാലന്റ് ക്യാരക്ടറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട് അതാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം അറിഞ്ഞിരിക്കണം. NCERT ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന എൻട്രൻസ് എക്സാമുകൾക്കും അതുപോലെ തന്നെ ബോർഡ് എക്സാമുകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഫജൻസ് റൂൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അയോണിക് ബോണ്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കോവാലന്റ് ക്യാരക്ടർ. അപ്പോൾ ഒരു അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ്, അവർ തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. ആ അയോണിക് ബോണ്ടിൽ പാർഷ്യലായി കോവാലന്റ് ക്യാരക്ടർ പല സാഹചര്യങ്ങളിലും ക്രിയേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ അയോണിക് ബോണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഫജൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫജൻസ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫജൻസ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായി ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു അയോണിക് ബോണ്ടിൽ കോവാലന്റ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുന്നുവെന്ന് വ്യക്തമായി പറയാൻ സാധിക്കും. അപ്പോൾ ഫജൻസ് റൂൾ പറയുന്ന അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. പോളറൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ, അതുപോലെ തന്നെ പോളറൈസബിലിറ്റി, അതുപോലെ തന്നെ പോളറൈസിങ് പവർ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു കാറ്റയോൺ, ഇതൊരു കാറ്റയോൺ ആണെന്ന് ഇരിക്കട്ടെ. ഒരു കാറ്റയോൺ ഒരു ആനയോണിന്റെ അടുത്ത് വന്നിരിക്കുന്നു. താരതമ്യേന ആനയോണിനെ അപേക്ഷിച്ച് കാറ്റയോൺ തീരെ ചെറുതായിരിക്കും. അപ്പം ഒരു കാറ്റയോൺ ഒരു ആനയോണിന്റെ ഏറ്റവും സമീപ പ്രദേശത്ത് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ആനയോൺ എന്ന് പറഞ്ഞ ആ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ട്രക്ചർ ഒരു സ്പെറിക്കൽ ജോമെട്രിയാണ്, അല്ലെങ്കിൽ ഒരു സ്പിയർ ഷേപ്പാണ്. നെഗറ്റീവ് ചാർജ് ക്ലൗഡിന് ഒരു സ്പിയർ ഷേപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്പിയർ ഷേപ്പായി സിമെട്രിക്കലായി സ്പിയർ ഷേപ്പിൽ ഇരിക്കുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസിന്റെ അടുത്തേക്കാണ് ഒരു പോസിറ്റീവ് അയോൺ അതിന്റെ അടുത്തേക്ക് വരും. അപ്പം അങ്ങനെ അവർ 2 എക്സ്ട്രീം പൊസിഷനുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇങ്ങനെയാണ് ഒരു പക്ക അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ പോസിറ്റീവ് അയോണിന്റെ സാന്നിധ്യം കൊണ്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് അല്ലെങ്കിൽ ആ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ക്ലൗഡ് പോസിറ്റീവ് അയോണിന്റെ അടുത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും, ചെറുതായി മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഈ നെഗറ്റീവ് അയോണിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്പെറിക്കൽ ജോമെട്രി കുറെയൊക്കെ ഒന്ന് നഷ്ടപ്പെടുന്നു. ഒരു സ്ട്രക്ചറൽ ഡീവിയേഷൻ അതിൽ സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ ഡിസ്റ്റോർഷൻ എന്ന് വിളിക്കുന്നത്. ഡിസ്റ്റോർഷൻ. അപ്പൊ നമുക്ക് നെഗറ്റീവ് അയോണിന് ഡിസ്റ്റോർഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ പോസിറ്റീവ് അയോൺ കാറ്റയോൺ, അതിന്റെ അടുത്തൊരു നെഗറ്റീവ് അയോൺ വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ നെഗറ്റീവ് അയോണിന് പ്രതീക്ഷിക്കുന്നത് ഒരു പക്ക സ്പെറിക്കൽ ജോമെട്രിയാണ്. അപ്പൊ ഈ പോസിറ്റീവ് അയോണിന്റെ സാന്നിധ്യം കൊണ്ട് നെഗറ്റീവ് ചാർജ് ക്ലൗഡ് പതുക്കെ പോസിറ്റീവ് അയോണിന്റെ അടുത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഏകദേശം നല്ല സ്പെറിക്കൽ ജോമെട്രി അച്ചീവ് ചെയ്തിരുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ക്ലൗഡ് ഏകദേശം ഒരു ഓവൽ ഷേപ്പിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ക്ലൗഡിന്റെ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് നീങ്ങുന്നു. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന അതിന്റെ സ്പെറിക്കൽ ജോമെട്രി ആണ് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരു സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ഡീവിയേഷൻ നെഗറ്റീവ് അയോണിന് സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് അയോണിന്റെ പ്രസൻസിൽ നെഗറ്റീവ് അയോണിന്റെ ചാർജ് ക്ലൗഡിന്റെ ആ ഷേപ്പിന് സംഭവിക്കുന്ന സ്ട്രക്ചറൽ ഡീവിയേഷൻ, സ്ട്രക്ചറിലുള്ള വ്യത്യാസം, അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു പോസിറ്റീവ് അയോണിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അയോണിന്റെ സാന്നിധ്യത്തിൽ നെഗറ്റീവ് അയോണിന്റെ സ്ട്രക്ചറിൽ ഒരു ചെറിയ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നു. ആ നെഗറ്റീവ് ചാർജ് ക്ലൗഡിനെ പോസിറ്റീവ് ചാർജ് അതിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. അതിന്റെ ഭാഗമായി നെഗറ്റീവ് ചാർജ് ക്ലൗഡിന്റെ സ്ട്രക്ചറൽ ഡീവിയേഷൻ സംഭവിക്കുന്നു. ഈ സ്ട്രക്ചറൽ ഡീവിയേഷനെയാണ് നമ്മൾ പൊതുവെ പോളറൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പോളറൈസേഷൻ. അപ്പൊ പോളറൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് അയോണിന്റെ സാന്നിധ്യത്തിൽ നെഗറ്റീവ് അയോണുകൾക്ക് സ്ട്രക്ചറൽ ഡീവിയേഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നു.
നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായി മറ്റൊരു സ്ട്രക്ചറാണ് നെഗറ്റീവ് അയോണിന് കിട്ടുന്നത് പോസിറ്റീവ് അയോണിന്റെ പ്രസൻസിൽ. ആ ഫിനോമിനയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ പോളറൈസേഷന് വിധേയമാകുന്നത് നെഗറ്റീവ് അയോണുകളാണ്. പോളറൈസേഷൻ എന്ന് പറഞ്ഞ പ്രതിഭാസം നടക്കാനുള്ള കാരണം, റീസൺ ഫോർ പോളറൈസേഷൻ, പോസിറ്റീവ് അയോണുകൾ നെഗറ്റീവ് അയോണിന്റെ അടുത്ത് വന്നിരിക്കുന്നതാണ്. അപ്പം പോളറൈസേഷൻ എന്ന് പറഞ്ഞ ഫിനോമിനൻ നടത്തുന്നത് കാറ്റയോണുകളാണ്. പോളറൈസേഷൻ എന്ന് പറഞ്ഞ ഫിനോമിനൻ നടക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആരിലാണ് ഇത് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നെഗറ്റീവ് അയോണിനാണ്. ആരുടെ സാന്നിധ്യത്തിലാണ്? പോസിറ്റീവ് അയോണിന്റെ സാന്നിധ്യത്തിൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, പോസിറ്റീവ് അയോണിന്റെ സാന്നിധ്യത്തിൽ, പ്രസൻസിൽ നെഗറ്റീവ് അയോണിന് സംഭവിക്കുന്ന സ്ട്രക്ചറൽ ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ, അതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോളറൈസേഷൻ എന്ന് പറഞ്ഞ ഫിനോമിനനാണ് ഒരു അയോണിക് ബോണ്ടിലെ കോവാലന്റ് ക്യാരക്ടറിനെ പ്രധാനമായും നിശ്ചയിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് തന്നെയാണ്, ഒരു അയോണിക് ബോണ്ടിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കോവാലന്റ് ക്യാരക്ടർ കടന്നു വരാം. അതാണ് നമ്മളിവിടെ പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനു മുമ്പിട്ട് ഫജൻസ് റൂൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനും മനസ്സിലാക്കേണ്ട കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആശയമാണ് പോളറൈസേഷൻ എന്താണെന്ന്. ഇപ്പൊ നമുക്ക് പോളറൈസേഷൻ എന്താണെന്ന് മനസ്സിലായി. ഒരു കാറ്റയോണിന്റെ പ്രസൻസിൽ ആനയോണിന്റെ സ്പെറിക്കൽ ജോമെട്രിയിൽ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ, ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോളറൈസേഷൻ നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പോസിറ്റീവ് അയോണാണ്. പോളറൈസേഷന് വിധേയമാവുന്നത് നെഗറ്റീവ് അയോണാണ്. ഇവിടെ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഈ പോളറൈസേഷൻ എന്ന് പറയുന്ന ആ ഫിനോമിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ, അതുപോലെ തന്നെ പോളറൈസബിലിറ്റി ഓഫ് ആനയോൺ അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അടുത്ത നമുക്ക് പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ എന്താണെന്ന് നോക്കാം. പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ. പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നെഗറ്റീവ് അയോണിനെ പോളറൈസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കാറ്റയോണിന്റെ എബിലിറ്റി അല്ലെങ്കിൽ പവർ, അതിനെയാണ് നമ്മൾ പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ കൂടുന്നതനുസരിച്ച് നമ്മൾക്കൊരു കാര്യം പറയാം, പോളറൈസേഷന്റെ തോത് വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു റേറ്റ് വർദ്ധിക്കുന്നു. അപ്പം ഹയർ ദ പോളറൈസേഷൻ അല്ലെങ്കിൽ പോളറൈസിങ് പവർ ഓഫ് ദ കാറ്റയോൺ, മോർ വിൽ ബി ദ ഫിനോമിനൻ ഓഫ് പോളറൈസേഷൻ. കൂടുതൽ പോളറൈസേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മളിവിടെ മനസ്സിലാക്കണം, പോളറൈസേഷന് വിധേയമാകാനുള്ള ഒരു നെഗറ്റീവ് അയോൺ അല്ലെങ്കിൽ ആനയോണിന്റെ ആ എബിലിറ്റി, ആ കഴിവ്, അതിനെയാണ് നമ്മൾ പോളറൈസബിലിറ്റി ഓഫ് ദ ആനയോൺ എന്ന് പറയുന്നത്. അപ്പൊ പോളറൈസബിലിറ്റി ഓഫ് ആനയോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോളറൈസേഷന് വിധേയമാകാനുള്ള ആനയോണിന്റെ എബിലിറ്റി, കഴിവിനെയാണ് പോളറൈസബിലിറ്റി ഓഫ് ദ ആനയോൺ എന്ന് പറയുന്നത്. ഈ പോളറൈസബിലിറ്റി ഓഫ് ദ ആനയോൺ വർദ്ധിക്കുന്നതനുസരിച്ച് പോളറൈസേഷൻ കൂടുകയും അവിടെ കോവാലന്റ് ക്യാരക്ടർ വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കണം, പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ, പോളറൈസബിലിറ്റി ഓഫ് ആനയോൺ ആൻഡ് പോളറൈസേഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ, പ്രത്യേകിച്ച് പോളറൈസിങ് പവർ ഓഫ് കാറ്റയോണും പോളറൈസബിലിറ്റി ഓഫ് ആനയോണും പോളറൈസേഷൻ എന്ന് പറഞ്ഞ ഫിനോമിനെ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഫാക്ടറുകളാണ്. അപ്പൊ പോളറൈസേഷൻ കൂടുന്നതനുസരിച്ച് ഫജൻ പറയുന്നത് ഇങ്ങനെയാണ്, ആ ബോണ്ടിൽ കോവാലന്റ് ക്യാരക്ടർ കൂടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു അയോണിക് ബോണ്ടിൽ എപ്പോഴൊക്കെയാണ് കോവാലന്റ് ക്യാരക്ടർ വരുന്നത് അല്ലെങ്കിൽ കോവാലന്റ് ക്യാരക്ടറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഒരു അയോണിക് ബോണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന കോവാലന്റ് ക്യാരക്ടറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ പറയണം. പോളറൈസിങ് പവർ ഓഫ് ദ കാറ്റയോൺ ആൻഡ് പോളറൈസബിലിറ്റി ഓഫ് ദ ആനയോൺ. കാറ്റയോണിന്റെ പോളറൈസിങ് പവർ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ആനയോണിന്റെ പോളറൈസബിലിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി അത് കൂടുതലാണെങ്കിൽ ഈ രണ്ട് ഫാക്ടറുകളും പോളറൈസേഷന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. സോ ഹയർ ദ പോളറൈസിങ് പവർ ഓഫ് ദ കാറ്റയോൺ ആൻഡ് ഹയർ ദ പോളറൈസബിലിറ്റി ഓഫ് ദ ആനയോൺ, മോർ വിൽ ബി ദ ഫിനോമിനൻ ഓഫ് പോളറൈസേഷൻ. കൂടുതൽ പോളറൈസേഷന് സാധ്യതയുണ്ട്. പോളറൈസേഷൻ കൂടുന്നതനുസരിച്ച് അവിടെ കോവാലന്റ് ക്യാരക്ടറും കൂടുന്നു, ഡോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ നമുക്ക് പറയാം, ഒരു കാറ്റയോൺ ആനയോൺ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അയോണിക് ബോണ്ടിൽ ഈ ഫാക്ടറുകളെല്ലാം തന്നെ ആ അയോണിക് ബോണ്ടിലെ കോവാലന്റ് ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്വാധീനിക്കുന്നു, അഫക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പറയാം, പോളറൈസിങ് പവർ ഓഫ് ദ കാറ്റയോൺ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പോളറൈസബിലിറ്റി ഓഫ് ദ ആനയോൺ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കോവാലന്റ് ക്യാരക്ടർ ഇൻ ആൻ അയോണിക് ബോണ്ട്. Polarizing power of the cation, that is directly proportional to
polarizability of the anion, that is directly proportional to covalent character. അപ്പോൾ ഒരു അയോണിക് ബോണ്ടിലെ കോവാലന്റ് ക്യാരക്ടറിന് ഇത് രണ്ടും പ്രപ്പോർഷണൽ ആണ്. പോളറൈസബിലിറ്റി ദാറ്റ് ടുഗദർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ കോവാലന്റ് ക്യാരക്ടർ ഇൻ ആൻ അയോണിക് ബോണ്ട്. അപ്പോൾ ഒരു അയോണിക് ബോണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന കോവാലന്റ് ക്യാരക്ടറിനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് കാറ്റയോണിന്റെ പോളറൈസേഷൻ പവർ, ആനയോണിന്റെ പോളറൈസബിലിറ്റി. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ആനയോണിനെ പോളറൈസ് ചെയ്യിപ്പിക്കാനുള്ള കാറ്റയോണിന്റെ കഴിവിനെയാണ് നമ്മൾ പോളറൈസേഷൻ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളറൈസിംഗ് പവർ എന്ന് പറയുന്നത്. ഇനി പോളറൈസേഷന് വിധേയമാകാനുള്ള, അണ്ടർഗോ ചെയ്യാനുള്ള ഒരു ആനയോണിന്റെ എബിലിറ്റിയാണ് പോളറൈസബിലിറ്റി. ഈ രണ്ട് ഫാക്ടറുകളും പോളറൈസേഷൻ എന്ന് പറഞ്ഞ ഫിനോമിനന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. പോളറൈസേഷൻ ഒരു ബോണ്ടിൽ കൂടുന്നതനുസരിച്ച് കോവാലന്റ് ക്യാരക്ടർ കൂടുന്നു എന്ന് പറയാം. സോ നമുക്ക് ഇങ്ങനെ പറയാം: പോളറൈസിംഗ് പവർ ഓഫ് ദ കാറ്റയോൺ, പോളറൈസബിലിറ്റി ഓഫ് ദ ആനയോൺ പ്രപ്പോർഷണൽ ടു കോവാലന്റ് ക്യാരക്ടർ ഇൻ ആൻ അയോണിക് ബോണ്ട്. ഇനി നമുക്ക് ഫജൻസ് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ കാറ്റയോണിന്റെയും ആനയോണിന്റെയും പോളറൈസേഷൻ പവർ അല്ലെങ്കിൽ പോളറൈസബിലിറ്റി വർദ്ധിക്കുന്നത്, അതുവഴി കോവാലന്റ് ക്യാരക്ടർ വർദ്ധിക്കുന്നതെന്നാണ് ഫജൻ വളരെ പ്രധാനപ്പെട്ട ഒരു 4 പോയിന്റുകളിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ പോയിന്റുകൾ ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്കിവിടെ പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ് ഫജൻസ് റൂളിൽ പറയപ്പെടുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ അയോണിക് ബോണ്ടിലെ കോവാലന്റ് ക്യാരക്ടറിനെ വളരെ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. എൻട്രൻസ് എക്സാമുകൾക്കും ബോർഡ് എക്സാമുകൾക്കും നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന 4 പോയിന്റുകളാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു കോവാലന്റ് ബോണ്ടിൽ അല്ലെങ്കിൽ ഒരു അയോണിക് ബോണ്ടിൽ കോവാലന്റ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടാം, അതാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അവിടെ ഫജൻ പറയുന്നത് എ സ്മോൾ കാറ്റയോൺ ഫേവർ കോവാലന്റ് ക്യാരക്ടർ. ഒരു ചെറിയ കാറ്റയോൺ ഒരു അയോണിക് ബോണ്ടിലെ കോവാലന്റ് ക്യാരക്ടറിനെ ഫേവർ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാൻ സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും ഒരു ഉദാഹരണമായിട്ട് എടുക്കും. ആദ്യത്തെ കേസിൽ Na+Cl-, രണ്ടാമത്തെ കേസിൽ K+Cl-. നമുക്ക് ഇത് രണ്ടും ടിപ്പിക്കൽ അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. ഇത് രണ്ടും അയോണിക് കോമ്പൗണ്ടുകളാണ്. ഇവരിൽ ആർക്കാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ അയോണിക് ബോണ്ടിൽ എന്ത് ക്യാരക്ടറും ഉണ്ട്, കോവാലന്റ് ക്യാരക്ടറും ഉണ്ട്. അപ്പം ഫജൻ പറയുന്ന അനുസരിച്ച് ഒരു അയോണിക് കോമ്പൗണ്ട് നിങ്ങൾ എടുത്താൽ അതിലെ ചെറിയ കാറ്റയോൺ ഉള്ള അയോണിക് കോമ്പൗണ്ട്, ഇപ്പൊ ഇവിടെ NaCl-ഉം അതുപോലെ തന്നെ KCl നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം സോഡിയത്തേക്കാൾ വലുതാണ് പൊട്ടാസ്യം. സോ നമുക്ക് പറയാം K+ ഈസ് ഗ്രേറ്റർ ദാൻ Na+ ഇൻ സൈസ്. K+ന്റെ സൈസ് Na+ന്റെ സൈസിനെക്കാട്ടി വലുതാണ്. പക്ഷെ ഫജൻ പറയുന്നത് എ സ്മോൾ കാറ്റയോൺ ഫേവർ കോവാലന്റ് ക്യാരക്ടർ എന്നാണ്. അപ്പൊ നമുക്ക് ഈ പോയിന്റ് വെച്ച് ഒന്ന് ചിന്തിച്ചാൽ രണ്ടുപേരും അയോണിക് കോമ്പൗണ്ട് ആണ്. പക്ഷെ Na+ന്റെ റേഡിയസ് K+ന്റെ റേഡിയസിനെക്കാട്ടിൽ ചെറുതായതുകൊണ്ട് നമുക്ക് KCl-ഉം NaCl-ഉം കൂടെ താരതമ്യം ചെയ്യുമ്പോൾ NaCl-ൽ കുറച്ചും കൂടെ കോവാലന്റ് ക്യാരക്ടർ ഉണ്ടെന്ന് പറയാൻ പറ്റും KCl-നേക്കാൾ. കാരണം Na+ ചെറുതാണ്. നമുക്ക് ക്ലോറിനെ എടുത്തിവിടെ കമ്പാരിസൺ സാധ്യമല്ല, കാരണം രണ്ട് കേസിലും ക്ലോറിൻ തന്നെയാണ്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് കാറ്റയോണിന്റെ സൈസ് ആണ്. അപ്പൊ നമ്മൾ ഈ പോയിന്റ് ഒന്ന് മനസ്സിലാക്കിയാൽ എ സ്മോൾ കാറ്റയോൺ ഫേവർ കോവാലന്റ് ക്യാരക്ടർ. അപ്പൊ ഇവിടെ Na+ഉം K+ഉം എടുത്താൽ Na+ന്റെ സൈസിനെക്കാട്ടി കൂടുതലാണ് K+ന്. അപ്പൊ സ്മോൾ കാറ്റയോൺ Na+ ആയതുകൊണ്ട് NaCl-ന് KCl-നേക്കാട്ടിൽ കുറച്ചും കൂടെ കോവാലന്റ് ക്യാരക്ടർ ഉണ്ട്. കറക്റ്റ് പറഞ്ഞാൽ രണ്ടുപേരും അയോണിക് കോമ്പൗണ്ടുകളാണ്. പക്ഷെ രണ്ടുപേരിലും കുറച്ചൊക്കെ കോവാലന്റ് ക്യാരക്ടർ ഉണ്ട്. ആ കോവാലന്റ് ക്യാരക്ടർ NaCl-ലാണ് KCl-നേക്കാട്ടിൽ കൂടുതൽ എന്ന് മനസ്സിലാക്കാം. അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് പോയിന്റ്, എ സ്മോൾ കാറ്റയോൺ ഫേവർ കോവാലന്റ് ക്യാരക്ടർ. യഥാർത്ഥത്തിൽ ഇത് കാറ്റയോണിന്റെ സൈസ് ചേർന്നാകുന്നതനുസരിച്ച് സ്മോൾ കാറ്റയോണുകൾക്ക് പോളറൈസേഷൻ അല്ലെങ്കിൽ പോളറൈസിംഗ് പവർ കൂടുതലായിരിക്കും. അപ്പൊ അവരുടെ കോവാലന്റ് ക്യാരക്ടറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് ഈ പോളറൈസിംഗ് പവർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആനയോണിനെ പോളറൈസ് ചെയ്യിപ്പിക്കാനുള്ള കാറ്റയോണിന്റെ കഴിവ് കൂടുതലായിരിക്കും ഒരു സ്മോൾ കാറ്റയോൺ ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കോവാലന്റ് ക്യാരക്ടർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എ സ്മോൾ കാറ്റയോൺ ഫേവർ കോവാലന്റ് ക്യാരക്ടർ. എവിടെയുള്ള കോവാലന്റ് ക്യാരക്ടർ ആണ്? ഒരു അയോണിക് ബോണ്ടിലുള്ള കോവാലന്റ് ക്യാരക്ടർ ആണ്. ഇനി മനസ്സിലാക്കാം. നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. എ ലാർജ് നെഗറ്റീവ് അയോൺ ഫേവർ കോവാലന്റ് ക്യാരക്ടർ.
അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ പോയിന്റ് ഒന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. എ ലാർജ് നെഗറ്റീവ് അയൺ ഫേവർ കോവാലന്റ് ക്യാരക്ടർ. അതായത് ഒരു അയോണിക് ബോണ്ടിൽ വരുന്ന ആനയോണിന്റെ സൈസ് വലുതാവുന്നതനുസരിച്ച് അതിന്റെ പോളറൈസബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വലിയ ആനയോണുകൾക്ക് പോളറൈസേഷന് വിധേയമാകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, പോളറൈസബിലിറ്റി കൂടുതലായിരിക്കും. പോളറൈസബിലിറ്റി കൂടുന്നതനുസരിച്ച് അത് കോവാലന്റ് ക്യാരക്ടറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും, ഫസ്റ്റ് പോയിന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്, എ ലാർജ് നെഗറ്റീവ് അയോൺ ഫേവർ കോവാലന്റ് ക്യാരക്ടർ. യഥാർത്ഥത്തിൽ ലാർജ് നെഗറ്റീവ് അയോണുകൾക്ക് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് പോളറൈസേഷൻ അല്ലെങ്കിൽ പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞ ഫാക്ടർ വളരെ കൂടുതലാണ്. അപ്പൊ അവർക്ക് പോളറൈസേഷൻ കൂടുതലായിരിക്കും. അപ്പം അവർക്ക് പോളറൈസേഷന് വിധേയമാകാനുള്ള ടെൻഡൻസിയാണ് പോളറൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ. അത് കൂടുന്നതനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും വളരെ ഈസിയായി. അപ്പൊ അവർക്ക് എന്താണ് കോവാലന്റ് ക്യാരക്ടർ അവിടെ കാണുന്നത്. അപ്പൊ ലാർജ് നെഗറ്റീവ് അയോണുകൾക്ക് കോവാലന്റ് ക്യാരക്ടർ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഒരു ചെറിയ കാറ്റയോൺ, ഒരു കുഞ്ഞൻ കാറ്റയോൺ, എ സ്മോൾ കാറ്റയോൺ ഫേവർ കോവാലന്റ് ക്യാരക്ടർ ഇൻ ആൻ അയോണിക് ബോണ്ട്. സിമിലർലി എ ലാർജ് നെഗറ്റീവ് അയോൺ ഫേവർ കോവാലന്റ് ക്യാരക്ടർ. അത് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഇവിടെ പറയാൻ പറ്റും. ഇനി നമുക്ക് മൂന്നാമതൊരു പോയിന്റ് ആയിട്ട് ഫലൻ പറയുന്നത് കാറ്റയോണുകളുടെയോ ആനയോണുകളുടെയോ, പ്രത്യേകിച്ച് കാറ്റയോൺ ആണ് NCERT ടെക്സ്റ്റിൽ എടുത്തു പറയുന്നത്. ലാർജ് ചാർജസ് ഓൺ ദ കാറ്റയോണിന്റെ ചാർജ് കൂടുന്നതനുസരിച്ച് അത് കോവാലന്റ് ക്യാരക്ടറിനെ ഫേവർ ചെയ്യും. അപ്പൊ ചാർജ് ഓൺ ദ കാറ്റയോൺ പ്രൊപ്പോർഷണൽ ടു കോവാലന്റ് ക്യാരക്ടർ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ കാറ്റയോണിന്റെ ചാർജ് വർദ്ധിക്കുന്നതനുസരിച്ച് അത് കോവാലന്റ് ക്യാരക്ടറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ കാറ്റയോൺ ചെറുതാണെങ്കിലും അതിന്റെ ചാർജ് വർദ്ധിക്കുന്നതനുസരിച്ചും അതിന് പോളറൈസിങ് പവർ വളരെ കൂടുതലാണ്. നമുക്ക് ഇതിനൊരു ഉദാഹരണം നോക്കാം. മൂന്നാമത്തെ പോയിന്റിന് ഉദാഹരണം നോക്കിയാൽ, ഞാനിപ്പോ സോഡിയം ക്ലോറൈഡും അതുപോലെ തന്നെ മഗ്നീഷ്യം ക്ലോറൈഡും കൺസിഡർ ചെയ്യുന്നു. ഈ സോഡിയത്തിന് ഇവിടെ +1 ചാർജ് ആണ്, മഗ്നീഷ്യത്തിന് +2 ചാർജ് ആണ്. നമ്മൾ ഈ മൂന്നാമത്തെ പോയിന്റ് എടുത്ത് നോക്കിയാൽ ക്ലോറിൻ വെച്ച് നമുക്ക് താരതമ്യപ്പെടാൻ പറ്റില്ല. നമ്മൾ പിന്നെ Na+ Mg2+ കൊണ്ട് എടുക്കുമ്പോൾ മഗ്നീഷ്യത്തിന് +2 ചാർജും സോഡിയത്തിന് +1 ചാർജുമാണ്. അപ്പൊ ചാർജ് ഇവിടെ കൂടുതൽ മഗ്നീഷ്യത്തിനാണ്. മഗ്നീഷ്യത്തിന് 2+ ചാർജ് ഉണ്ട്, ഒരു ആൽക്കലി എർത്ത് മെറ്റലാണ്. അപ്പം ഈ മഗ്നീഷ്യം ക്ലോറൈഡിന് കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും സോഡിയം ക്ലോറിനേക്കാൾ. അപ്പൊ സോഡിയം ക്ലോറൈഡ് പക്ക ഒരു അയോണിക് കോമ്പൗണ്ടും, മഗ്നീഷ്യം ക്ലോറൈഡ് അയോണിക് ആണ്, പക്ഷേ അവിടെ കോവാലന്റ് ക്യാരക്ടർ ഉണ്ട് സോഡിയം ക്ലോറൈഡിനേക്കാൾ. മൂന്നാമത്തെ പോയിന്റ് നോക്കിയാൽ ചാർജ് ഓൺ കാറ്റയോൺ അല്ലെങ്കിൽ ലാർജ് ചാർജസ് ഓൺ എയ്തർ അയോൺ ഓർ ബോത്ത് അയോൺ. ഒന്നുകിൽ കാറ്റയോണിന്റെ ചാർജ് കൂടുക, അല്ലെങ്കിൽ നെഗറ്റീവ് അയോണിന്റെ ചാർജ് കൂടുക, അല്ലെങ്കിൽ രണ്ടുപേർക്കും ചാർജ് കൂടുക. അങ്ങനെ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ NCERT ടെക്സ്റ്റിൽ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന കാറ്റയോണിന്റെ പോസിറ്റീവ് ചാർജ് വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിന്റെ പോളറൈസേഷൻ പവർ അല്ലെങ്കിൽ പോളറൈസിംഗ് പവർ വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ആ ഒരു സെൻസിൽ നമുക്ക് ഇവിടെ പറയാം മഗ്നീഷ്യം +2 സോഡിയം Na+ ആണ്. അപ്പൊ അവിടെ ഹയർ ദ പോസിറ്റീവ് ചാർജ് ഓഫ് ദ കാറ്റയോൺ മോർ വിൽ ബി ദ കോവാലന്റ് ക്യാരക്ടർ. അപ്പൊ മഗ്നീഷ്യം ക്ലോറൈഡിന് കോവാലന്റ് ക്യാരക്ടർ ഉണ്ട്, ആരേക്കാൾ? സോഡിയം ക്ലോറൈഡിനേക്കാൾ. രണ്ടുപേരും അയോണിക് കോമ്പൗണ്ടുകളാണ്, പക്ഷെ നമ്മൾ കോവാലന്റ് ക്യാരക്ടറിനെ താരതമ്യം ചെയ്യുമ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡിന് ഈ മൂന്നാമത്തെ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും ചാർജ് കൂടുതലാണ് കാറ്റയോണിന്. ആ ഒരു കേസിൽ നമുക്ക് അതിന്റെ കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ എന്ന് പറയാം. അതേസമയം നമ്മൾ വേറെ ഉദാഹരണം കൂടെ എടുക്കുമ്പോൾ AlCl3 എടുത്തു കഴിഞ്ഞാൽ അലൂമിനിയം ഇവിടെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. +3 ആണ് അതിന്റെ ചാർജ്. അതിന് കുറച്ചും കൂടെ കോവാലന്റ് ക്യാരക്ടർ കൂടുതലാണ്. കാരണം ഈ പറഞ്ഞ അലൂമിനിയത്തിൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ദിസ് AlCl3 possess കോവാലന്റ് ക്യാരക്ടർ കമ്പയർഡ് ടു മഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് NaCl. NaCl മഗ്നീഷ്യം ക്ലോറൈഡിനെക്കാട്ടി അപേക്ഷിച്ച് AlCl3ക്ക് കോവാലന്റ് ക്യാരക്ടർ കൂടുന്നു. പക്ഷെ ഇതെല്ലാം അയോണിക് കോമ്പൗണ്ടുകളാണ്, അവരിലുള്ള കോവാലന്റ് ക്യാരക്ടറാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് പോകാം. ഫജൻ പറയുന്ന നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു അയോണിക് കോമ്പൗണ്ട് എടുക്കുന്നു, അതിൽ കാറ്റയോൺ ഉണ്ട്, ആനയോൺ ഉണ്ട്. ഇതിൽ കാറ്റയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി നോക്കുക. അപ്പം കാറ്റയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി നോക്കുമ്പോൾ നമുക്ക് ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ കിട്ടുന്നു എന്നിരിക്കട്ടെ. NS2Nb6. നമുക്കറിയാം NS2Nb6 ടിപ്പിക്കൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്. ഈ ഒരു കോൺഫിഗറേഷൻ ആണ് നമ്മൾക്ക് കിട്ടുന്നതെന്നിരിക്കട്ടെ. ഞാനിപ്പോൾ ഉദാഹരണത്തിന് NaCl എടുത്തു കഴിഞ്ഞാൽ Na+Cl-, അതിൽ Na+ ആണ് കാറ്റയോൺ. ഇതിൽ 10 ഇലക്ട്രോണുകളാണ് നമുക്കുള്ളത്. സോഡിയത്തിന് 11 ഇലക്ട്രോണുകളാണ്. അതിൽ നിന്ന് 1 ഇലക്ട്രോൺ പോകുമ്പോൾ Na+ കിട്ടും. അപ്പൊ 10 ഇലക്ട്രോൺ ആവും. ഇത് ഏകദേശം നമുക്ക് അറിയാം നിയോണിന്റെ അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് ആയ നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് തുല്യമാണ് Na+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്ന് പറഞ്ഞാൽ Na+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു NS2Nb6 ടിപ്പിക്കൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്. ഇതൊരു ആൽക്കലി മെറ്റൽ ആണല്ലോ സോഡിയം പ്ലസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൽക്കലി മെറ്റലിന്റെ കാറ്റയോൺ ആണല്ലോ. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Na+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിയോൺ എന്ന് പറഞ്ഞ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോട് തുല്യമായി. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ടൊന്ന് പറയാം,
നിങ്ങൾ ഒരു കാറ്റയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അത് NS2NB6 ഒരു ടിപ്പിക്കൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് കോവാലന്റ് ക്യാരക്ടറിനെ ഫേവർ ചെയ്യില്ല, അത് അയോണിക് ക്യാരക്ടറിനെയാണ് ഫേവർ ചെയ്യുന്നത്. അതേസമയം നമ്മളൊരു കാറ്റയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി, പ്രത്യേകിച്ച് ട്രാൻസിഷൻ മെറ്റലുകളുടെ ഡി ബ്ലോക്ക് എലമെന്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റലുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് ഈ ഒരു കോൺഫിഗറേഷൻ അല്ല കിട്ടുന്നത്, NS2NB6 കോൺഫിഗറേഷൻ അല്ല വരുന്നത്, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ല. അവിടെ നമ്മൾ നോക്കുമ്പോൾ ട്രാൻസിഷൻ മെറ്റലുകളുടെ കോൺഫിഗറേഷൻ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം N-1DN NS0, എസിൽ ഇലക്ട്രോൺ കാണില്ല, കാറ്റയോൺ ആണ്, എസിൽ നിന്ന് ഇലക്ട്രോൺ പോകുന്നു, N-1DN. ഈ ഒരു രീതിയിൽ ടിപ്പിക്കൽ ട്രാൻസിഷൻ മെറ്റൽ കോൺഫിഗറേഷൻ ആണ് നമുക്ക് കിട്ടുന്നതെന്ന് ഇരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ അത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ല, ഡിയിൽ ഇലക്ട്രോൺസ് ഉണ്ട്, എസിൽ ഇലക്ട്രോൺ ഇല്ല. ഇപ്പൊ നമുക്കൊരു ഉദാഹരണത്തിന് ഞാൻ ടൈറ്റാനിയം എടുക്കുന്നു. ടൈറ്റാനിയം നിങ്ങൾക്കറിയാം അറ്റോമിക് നമ്പർ 22 ആണ്. നമ്മൾ ടൈറ്റാനിയത്തിൽ നിന്ന് ഒരു കാറ്റയോൺ എടുക്കുന്നു, ടൈറ്റാനിയം 2+. അപ്പൊ ടൈറ്റാനിയം 2+ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഡിയിൽ ടൈറ്റാനിയം അപ്പൊ 22, അപ്പൊ സ്കാൻഡിയം 21, അപ്പം ഇവിടെ 3D2 കോൺഫിഗറേഷൻ ആണ്. അപ്പൊ സ്കാൻഡിയം കഴിഞ്ഞിട്ട് അടുത്ത എലമെന്റ് ആണ് ടൈറ്റാനിയം, അപ്പൊ ഇവിടെ 3D2 കോൺഫിഗറേഷൻ ആണ് വരുന്നത്, എസിലുള്ള ഇലക്ട്രോണുകൾ പോകുന്നു. അപ്പൊ 4s0 ആണ്. ഇവിടെ നമുക്ക് ആർഗൺ കോറും വെക്കാൻ പറ്റും. ആർഗൺ 18, 18 2 20, എസിൽ 2 22. 22 ആണ് ഇവിടുത്തെ സ്കാൻഡിയം, ടൈറ്റാനിയം 22 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ എസിൽ നിന്ന് 2 ഇലക്ട്രോണുകൾ നഷ്ടമാകുന്നു. ടൈറ്റാനിയം 2+ ആണ്, അപ്പം 3D2. അപ്പൊ നോക്കേ N-1D⁻n എന്ന ഫോർമാറ്റിലാണ് ഈ ഫോർമുല അല്ലെങ്കിൽ ഈ ഒരു കോൺഫിഗറേഷൻ വന്നിരിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് പറയാൻ പറ്റും ഇതൊരു നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നു ട്രാൻസിഷൻ മെറ്റൽ കാറ്റയോണുകൾ പൊതുവെ ഈ ഒരു രീതിയിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്, അവർക്ക് നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല. അതേസമയം ആൽക്കലി മെറ്റൽസും ആൽക്കലി എർത്ത് മെറ്റൽ കാറ്റയോണുകളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ NS2NB6 കോൺഫിഗറേഷൻ വരുന്നു, നോബിൾ ഗ്യാസ് ടിപ്പിക്കൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അവർ അച്ചീവ് ചെയ്യുന്നു. അപ്പൊ നമുക്കിവിടെ പറയാൻ പറ്റും കാറ്റയോൺ വിത്തൗട്ട് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഫേവർ കോവാലന്റ് ക്യാരക്ടർ. അതായത് ഒരു കാറ്റയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ, ഒരു കോമ്പൗണ്ട് എടുക്കുക, അതിനകത്ത് കാറ്റയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് ഇതുപോലെ N-1D⁻n NS0 എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ട്രാൻസിഷൻ മെറ്റൽ കോൺഫിഗറേഷൻ കിട്ടുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്നില്ല, NS2NB6 കിട്ടുന്നില്ല, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായും കോവാലന്റ് ക്യാരക്ടറിനെ ഫേവർ ചെയ്യും. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ Na+നേക്കാട്ടിൽ കൂടുതൽ കോവാലന്റ് ക്യാരക്ടറിനെ ഫേവർ ചെയ്യുന്ന ആളാണ് ടൈറ്റാനിയം 2+. കാരണം ടൈറ്റാനിയം 2+ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ല. അപ്പൊ നമുക്കത് പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ എ കാറ്റയോൺ വിത്തൗട്ട് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, ഒരു കാറ്റയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ല നമ്മൾ കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് ഉറപ്പായും കോവാലന്റ് ക്യാരക്ടറിനെ ഫേവർ ചെയ്തിരിക്കും. ഇതാണ് ഫജൻ റൂളിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ്. എ കാറ്റയോൺ വിത്തൗട്ട് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഫേവർ കോവാലന്റ് ക്യാരക്ടർ. അപ്പൊ നമുക്ക് അവിടെ പറയാൻ പറ്റും ആൽക്കലി മെറ്റൽസും ആൽക്കലി എർത്ത് മെറ്റൽസും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് NS2NB6 കോൺഫിഗറേഷൻ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുത്ത് നോക്കാം. കാൽഷ്യം 2+. കാൽഷ്യം 2+ൽ 18 ഇലക്ട്രോണുകളാണ്. അത് ആർഗണിന്റെ കോൺഫിഗറേഷൻ ഈക്വൽ ആയി കാൽഷ്യം 2+. അപ്പൊ അത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഈക്വൽ ആയി. അപ്പൊ ആൽക്കലി മെറ്റൽ കാറ്റയോൺസും ആൽക്കലി എർത്ത് മെറ്റൽ കാറ്റയോൺസും എല്ലാം ഏത് കോൺഫിഗറേഷൻ ആണ്? ടിപ്പിക്കൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. അതേസമയം നമ്മൾ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം എന്നൊക്കെ പറയുന്ന നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ലാത്ത കോൺഫിഗറേഷൻ ആണ് നമുക്ക് ഈ ഡി ബ്ലോക്ക് എലമെന്റുകളിൽ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റലുകളെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, N-1D⁻n NS0. ഇതൊരു NS2NB6 കോൺഫിഗറേഷൻ അല്ല എന്ന് പറഞ്ഞാൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ല. അപ്പൊ ഫജൻ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കാറ്റയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അത് നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോട് തുല്യമാകരുത്. അങ്ങനെ ആയാൽ അത് ഈ പറയുന്ന കോവാലന്റ് ക്യാരക്ടറിനെ ഫേവർ ചെയ്യില്ല. അപ്പൊ തുല്യമാവാതെ വന്നാൽ അത് കോവാലന്റ് ക്യാരക്ടറിനെ ഫേവർ ചെയ്യും, അയോണിക് ബോണ്ടിലെ കോവാലന്റ് ക്യാരക്ടറിനെ ഫേവർ ചെയ്യും. അപ്പൊ എ കാറ്റയോൺ വിത്തൗട്ട് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഫേവർ കോവാലന്റ് ക്യാരക്ടർ. അപ്പൊ ഫജൻ റൂൾ അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എ സ്മോൾ കാറ്റയോൺ ഫേവർ കോവാലന്റ് ക്യാരക്ടർ, എ ലാർജ് നെഗറ്റീവ് അയോൺ ഫേവർ കോവാലന്റ് ക്യാരക്ടർ, ലാർജ് ചാർജസ് ഓൺ എയ്തർ അയോൺ ഓർ ബോത്ത് അയോൺ ഫേവർ കോവാലന്റ് ക്യാരക്ടർ. ആ മൂന്നാമത്തെ പോയിന്റിൽ കാറ്റയോണിന്റെ ചാർജ് കൂടിയാലും ആനയോണിന്റെ ചാർജ് കൂടിയാലും അത് കോവാലന്റ് ക്യാരക്ടറിനെ ഫേവർ ചെയ്യുന്നു അയോണിക് ബോണ്ടിൽ എന്നാണ് പറയുന്നത്. ഇനി 4ാമത്തെ പോയിന്റ് പറയുന്നത് എ കാറ്റയോൺ വിത്തൗട്ട് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഫേവർ കോവാലന്റ് ക്യാരക്ടർ എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് ഫജൻസ് റൂള് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ റൂളിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു അയോണിക് ബോണ്ടിലെ കോവാലന്റ് ക്യാരക്ടറിനെ കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.